അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നേരെ ഹോട്ടലിലേക്കാണ് പോയത്. 10 മണിക്ക് നമ്മൾ അവിടെ എത്തിയത്. 2 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. അതുകൊണ്ട് നമ്മൾ ലഗേജ് അവിടെ വെച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് 7-Eleven കയറി കുറച്ച് സ്നാക്സും വാങ്ങി നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു. പോകുന്ന വഴിക്ക് റോഡിൻ്റെ മുകളിൽ കൂടെ തന്നെ ആളുകൾക്ക് നടക്കാനുള്ള വഴിയുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴി നേരെ നമ്മളെ മെട്രോ സ്റ്റേഷൻ വരെ ഇതേപോലെ തന്നെയാണ്, തണലുള്ള നല്ല വഴിയുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു, ട്രെയിൻ കയറി നേരെ പോയത് ബത്തു കേവിലേക്ക്. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് കയറേണ്ട ഒരു സംഭവമായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ നമ്മളെ പഴയ ശ്രീരാമൻ്റെ കഥയും അവിടുത്തെ ഐതിഹ്യത്തിൻ്റെ ആസ്പദമാക്കിയിട്ടുള്ള കുറേ സ്റ്റാച്യൂസാണുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവിടുത്തെ ഐക്കോണിക് ആയിട്ടുള്ള മുരുകൻ്റെ സ്റ്റാച്യു ഉള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കയറാം, പക്ഷേ ഞങ്ങൾ കയറാൻ നിന്നിട്ടില്ല. കാരണം ഒരു ദിവസം കൊണ്ട് മുഴുവൻ കണ്ടു തീർക്കാനുള്ളതുകൊണ്ട് ജസ്റ്റ് അവിടെ നിന്ന് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് പോയി നമ്മൾ ഫുഡ് കഴിച്ചു. നേരെ വൈകുന്നേരം വീണ്ടും ഇറങ്ങി. പോയത് ജലാൻ പെറ്റാലിംഗ് എന്ന് പറഞ്ഞ സ്ട്രീറ്റ് മാർക്കറ്റിലേക്കാണ്. ഇവിടെ നമുക്ക് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചൈനീസ് മാർക്കറ്റാണിത്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് കിട്ടാത്തതായിട്ടുള്ള ഒരു സാധനമില്ല. എല്ലാ ബ്രാൻഡിൻ്റെയും എക്സാക്റ്റ് കോപ്പി നമുക്ക് അവിടെ കിട്ടും. ടോപ്പ് ബ്രാൻഡായ LV, പ്രാഡ, ഗൂച്ചി അങ്ങനെയുള്ളതിൻ്റെ വാച്ചായാലും ബാഗായാലും എല്ലാ ടൈപ്പ് സാധനങ്ങളും അവിടെ കിട്ടും. പക്ഷെ നല്ല രീതിക്ക് ബാർഗൈൻ ചെയ്താൽ നമുക്ക് നല്ല പ്രൈസിന് തന്നെ അവിടുന്ന് കിട്ടുന്നതാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞാൽ ദുരിയാൻ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ് അവിടുത്തെ ഒരു ഫേമസ് ഫ്രൂട്ട്. അത് ഭയങ്കര സ്മെല്ലാന്ന് എല്ലാവരും പറഞ്ഞത്. അതേപോലെ ബാക്കിയുള്ള ഫുഡിനെ പറ്റി പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് അധികം കണ്ടിട്ടില്ല. നമ്മൾ KFC കഴിച്ചിട്ടും അത്ര ടേസ്റ്റ് പോരായിരുന്നു.